ഇപ്പം എല്ലായിടവും മാങ്ങയൊക്കെ ഒരുപാടുള്ള ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് മാങ്ങ വെച്ച് ഒരുപാട് വിഭവങ്ങൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മാമ്പഴക്കറിയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മാമ്പഴക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മാങ്ങക്കറി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മാങ്ങക്കറിക്ക് മാങ്ങ എടുക്കുമ്പോൾ ഇതുപോലുള്ള നാട്ടു മാങ്ങയാണ് ഏറ്റവും നല്ലത്. ഇതുപോലുള്ള ചെറിയ ടൈപ്പ് നാട്ടു മാങ്ങ ഉണ്ടെങ്കിൽ അത് വെച്ച് ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 1 കിലോ മാങ്ങയാണ് എടുത്തേക്കുന്നത്. മാങ്ങ തൊലിയോട് കൂടിയാണ് നമ്മൾ പഴമാങ്ങക്കറി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ മാങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം വേണം നമുക്കിത് അരിഞ്ഞെടുക്കാനായിട്ട്. ആദ്യം തന്നെ നമുക്ക് മാങ്ങയുടെ ഇരുവശവും ഒന്ന് പൂളിയെടുക്കാം. എന്നിട്ട് അതൊന്ന് നമുക്ക് വീണ്ടും 2 ആക്കി കട്ട് ചെയ്ത് വെക്കണം. ബാക്കിയുള്ളത് നമുക്ക് മാങ്ങാണ്ടിയെ പടി തന്നെ നമ്മൾ വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ നമുക്ക് മുഴുവൻ മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കാം. അപ്പൊ ഇനി ഇത് നമുക്ക് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റൗവിലോട്ട് വെക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഇത് മാങ്ങ വേകുന്ന വരെ നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പൊ ആ സമയം നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം. വറുക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 10 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പില അതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കടുക് 1/4 ടീസ്പൂണിന്റെ പകുതി ആവി എടുത്തിട്ടുള്ളൂ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ആക്കാം. ഇനി ഇത് നമുക്ക് നല്ല ഗോൾഡ് കളർ ആകുന്ന വരെ വറുത്തെടുക്കാം. അപ്പൊ തേങ്ങ ചിരകി എടുക്കുമ്പോൾ നല്ല ചെറിയതായിട്ട് തന്നെ ചിരകി എടുക്കാൻ ശ്രദ്ധിക്കണം. അതല്ല നമ്മുടെ വലിയ പീരയാണെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോഴേ ഉള്ളൂ നമുക്ക് എല്ലാ തേങ്ങാപ്പീരയും ഒരുപോലെ നമുക്ക് മൂത്ത് കിട്ടുള്ളൂ. അപ്പൊ ഇത് നല്ല ഗോൾഡ് കളർ ആകുന്ന വരെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഇപ്പൊ ഇവിടെ നമ്മുടെ തേങ്ങ നല്ല പാകത്തിന് നമുക്ക് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പൊ ഈ സമയം നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന മാങ്ങ നമുക്ക് വെന്തോന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ നമ്മുടെ മാങ്ങ ഒരു 1/4 വേവായിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കണം. അപ്പൊ ഞാനിവിടെ 250 ഗ്രാം ശർക്കരയാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഇത് ഒട്ടും അഴുക്കൊന്നും ഇല്ലാത്ത ടൈപ്പ് ശർക്കരയാണ്. അതുകൊണ്ട് ഞാനിത് പൊട്ടിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതല്ല അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ നമ്മൾ ഉരുക്കിയിട്ട് വെള്ളം വളരെ കുറച്ച് ഒഴിച്ച് ഉരുക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആ ശർക്കര എല്ലാം നന്നായിട്ട് ഉരുക്കി ആ മാങ്ങി നല്ല പാകത്തിന് വെന്ത് വരുന്നവരെ നമുക്കിത് അടച്ചു വെച്ച് വീണ്ടും വേവിച്ചെടുക്കാം. ഇപ്പൊ ഇവിടെ നമ്മുടെ തേങ്ങ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ ഇവിടെ നമ്മുടെ ശർക്കര എല്ലാം നന്നായിട്ട് ഉരുകി നമ്മുടെ മാങ്ങ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ വെച്ച് കൊടുക്കാം. അപ്പൊ ആ മാങ്ങയൊക്കെ ആയിട്ട് നന്നായിട്ട് ആ തേങ്ങയൊക്കെ മിക്സ് ആയി നമുക്ക് കിട്ടിക്കോളും. അപ്പൊ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കിയും കൊടുക്കണം. ഇപ്പൊ ഇവിടെ ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടാ നമ്മുടെ മാങ്ങ നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുള്ളവർ നമ്മൾ മാങ്ങ വേവിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഗ്രേവിക്ക് അനുസരിച്ച് ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ വെള്ളം കൂട്ടി കൊടുത്താൽ മതി. നമ്മൾ 1 കപ്പ് ഒഴിച്ച സ്ഥാനത്ത് ഒരു 1/4 കപ്പ് ഒഴിച്ചാൽ മതി. അപ്പൊ ഇതിങ്ങനെ കുറുകിയിരിക്കുന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റ് ആണ്. ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പൊ ഇനി ഇത് നമുക്കൊന്ന് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഉലുവയെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള പഴമാങ്ങക്കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.